വന്യജീവി സ്നേഹത്തെക്കുറിച്ച് നാം എല്ലാവരും വലിയ വലിയ വാചകങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമായി അത് പ്രവർത്തിച്ചു കാണിക്കുകയാണ് മുകേഷ് ജെയിൻ. ലാഭചേയില്ലാതെ അദ്ദേഹം നൽകിയത് 6000-ലധികം മിണ്ടാപ്രാണികളുടെ പുതുജീവൻ. 18 വർഷം മുൻപ് തുടങ്ങിയ രക്ഷാപ്രവർത്തനം മുകേഷ് ജെയിൻ ഇപ്പോഴും തുടരുകയാണ്. ജീവന്റെ വിലയറിയുന്ന മനുഷ്യന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക്. ഒരു പട്ടച്ചരടിൽ കുടുങ്ങി ജീവൻ നഷ്ടപ്പെടുമായിരുന്ന ഒരു പക്ഷിയെ രക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. എന്നാൽ പട്ടച്ചരടിൽ കുടുങ്ങി ജീവൻ നഷ്ടപ്പെടുമായിരുന്ന അനേകായിരം പക്ഷികളെ രക്ഷിക്കുക എന്നുള്ളത് മുകേഷ് ജെയിൻ എന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അദ്ദേഹം 6000-ലധികം പക്ഷികളെയാണ് പട്ടച്ചരടിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നത്. ഈ കൊച്ചിയുടെയും നാടിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം രക്ഷിച്ചെടുത്തിരിക്കുന്ന പക്ഷികളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അത് ജീവൻ്റെ വിലയറിയാവുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഒരു സൗമനസ്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു രക്ഷാപ്രവർത്തനം, പക്ഷികളുടെ രക്ഷാപ്രവർത്തനം ഇന്ന് ഇടക്കൊച്ചി പ്രദേശത്ത് നടക്കുകയാണ്. ഇത് പക്ഷിനെ മുകളിലെ കൊണ്ടുപോയിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് ആ നൂലിലെ വലിവ്, അപ്പോൾ അവിടെ നിന്ന് വലിവ് മുകളിലെ വരുള്ളൂ. പക്ഷി അറിയാതെ നമ്മളെ കയ്യിൽ വരണം, അതാണ് നമ്മളെ ശ്രമം. വലിക്കുമ്പോൾ ഇത് വെച്ച് വലിക്കുള്ളൂ. ഇതിനാവതില്ല. അതിനെ കിട്ടും. പല ആൾക്കാർ ഫയർഫോഴ്സിനെ വിളിക്കും, എന്നെ വിളിക്കും. ചില സ്ഥലത്ത് നമ്മൾ രണ്ടുപേരും ജോയിൻ്റ് ആവും. ജനങ്ങളും പരിസരവാസികളും ഓട്ടോക്കാരും ഇത് എല്ലാവരുടെ സഹകരണത്തോടെയാണല്ലോ ഇത് ചെയ്യുന്നത്. എത്ര വർഷമായി ദുബായ് ഇങ്ങനെ ഈ ഒരു കാര്യങ്ങളിലേക്ക്? ഇത് 2007 ഫസ്റ്റ് തുടങ്ങിയത്, ഫസ്റ്റ് പക്ഷി എടുക്കുന്നത്. അന്ന് അത്രയും കുടുങ്ങലില്ല, കാരണം കോട്ടൺ നൂലാണ്. 2011 മുതലാണ് ഈ പ്ലാസ്റ്റിക് നൂല് വന്നത്. ഈ പ്ലാസ്റ്റിക് നൂലെന്ന് വെച്ചാൽ ഇതിനു വേണ്ടിയാണ്. ഈ ഓട്ടോറിക്ഷൻ്റെ റെക്സിൻ നെയ്യാനും, സ്കൂട്ടറിൻ്റെ സീറ്റ് കവർ, പിന്നെ ഫിഷിംഗ് നെറ്റ് നെയ്യാനും ആ ആവശ്യത്തിനാണത്. അത് അറിയാതെ മാറി പട്ടത്തിലേക്ക് വന്നു. ഈ നൂല് ദ്രവിക്കില്ല. പ്ലാസ്റ്റിക് നൂല് പൊട്ടിയ പട്ടത്തിൽ നൂല് ഉയർന്ന പോസ്റ്റ്, ടെലിഫോൺ ടവർ, മൊബൈൽ ടവർ, ബിൽഡിങ്, മരത്തിലൊക്കെ ഇങ്ങനെ ചുറ്റിപ്പെട്ടിരിക്കും. അത് കാണുള്ളൂ ഇവർ. അപ്പോൾ ഇവരുടെ സഞ്ചാരത്തിൽ കൈത്ത്, കാല്, ചെറുക് അതിലെ കുടുങ്ങി ഒടുക്കിയിരിക്കും. അപ്പോഴാണ് ഓട്ടോക്കാർ, നാട്ടുകാർ, പരിസരവാസികളൊക്കെ ഉടനെ നമ്മൾ വിളിച്ചറിയിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലെ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാനായിട്ടുള്ള ഒരു പ്രചോദനം ഉണ്ടായത്? ഈ പക്ഷികളോട് സ്നേഹം എനിക്കുള്ള പോലെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ പക്ഷിൻ്റെയൊക്കെ കുറേ സ്റ്റോറി കേട്ടിട്ടുണ്ട്. നമ്മൾ ഗുജറാത്തിലെ കച്ചിലൊക്കെ ഈ ചൂട് കാലത്തിൽ പക്ഷി പടപടാന്നിട്ട് വീഴുമ്പോൾ നമ്മൾ വീട് മുറ്റത്തിൽ വെള്ളം വെക്കണം പക്ഷികൾക്ക്. അപ്പോൾ അങ്ങനെ പക്ഷികൾക്ക് നമ്മൾ ഇവിടെ ഇപ്പോൾ കാലാവസ്ഥ ഏറി വന്നപ്പോഴത്തേക്കും നമ്മൾ ഈ കുട്ടികൾക്ക് മൺകലം വിതരണം, പക്ഷികളുടെ കൂട് വിതരണം. അതിനിടയ്ക്ക് ഈ കുരുവി എണ്ണം കുറഞ്ഞപ്പോൾ കുരുവി കൂട് കൊടുക്കാൻ തുടങ്ങി. പക്ഷികൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി മൺകലം പല സ്കൂളിൽ വിതരണം തുടങ്ങി. അതിനിടയ്ക്ക് ഇത് ഇറക്കി തുടങ്ങി. പിന്നെ ഇതിന് ഞാൻ ഹൈക്കോടതിയിലെ കേസും കൊടുത്ത് പക്ഷികളുടെ ഫേവറിലെ കേസും ജയിച്ചു. അത് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിലും കേസ് കൊടുത്തു. കേസിലെ വിധി 100% പക്ഷിയുടെ ഫേവറിലാണ്. ഞാൻ ഉൾപ്പെടെ വേറെ കുറേ പേരും കേസ് കൊടുത്തിട്ടുണ്ട്, സുപ്രീം കോടതിയിലും നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിലും. അപ്പോൾ ആ വിധി നമുക്ക് പിന്നെ കേരള ഹൈക്കോടതിൻ്റെ വിധി ഉണ്ടായിരുന്നു. കേരള ഹൈക്കോടതിൻ്റെ കെയർ ഓഫിലെ നമ്മളെ ഫോട്ടോച്ചി RDO വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷികൾക്കും മനുഷ്യർക്കും ഹാനികരമായ ദ്രവിക്കാത്ത ടങ്കീസ്, പ്ലാസ്റ്റിക്, മാഞ്ച എന്നീ നൂലുകൾ കൊണ്ട് പട്ടം പറപ്പിക്കുകയില്ല. അറിയാതെ പറപ്പിക്കുന്നവരെ ഞാൻ പിന്തിരിപ്പിക്കുകയും ദ്രവിക്കുന്ന പരുത്തി നൂൽ കൊണ്ട് മാത്രമേ പട്ടം പറപ്പിക്കുകയുള്ളൂ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഇതാണ് പ്രതിജ്ഞ, ഒരു നാടിൻ്റെ പ്രതിജ്ഞയാണ്. ആ പ്രതിജ്ഞ മുകേഷ് ജെയിൻ എന്ന മനുഷ്യ സ്നേഹിയുടെ, ജീവി സ്നേഹിയുടെ ആ കരങ്ങളിലെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലും അത് നാടിനും ഈ സമൂഹത്തിനും നന്മയായി മാറുകയാണ്. ഈ നന്മ പിന്തുടരുവാൻ ഈ സമൂഹം മുഴുവൻ തയ്യാറാകണം. അതിന് തയ്യാറായ ഒരു കൂട്ടം മനുഷ്യരാണ് ഇന്ന് ഈ ഒരു കാക്കയ്ക്ക് പുതുജീവൻ നൽകിയത്. 2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,